السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين. الصلاة والسلام على أشرف المخلوقين وعلى آله وأصحابه وأهل بيته أجمعين. പ്രിയ സഹോദരങ്ങളെ സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ്, ഗൾഫ് രാജ്യങ്ങളിലൊക്കെ പെരുന്നാളിൻ്റെ ചന്ദ്രപ്പിറവി ദൃശ്യമായി കഴിഞ്ഞു. നമ്മൾ ഒരു നോമ്പ് അല്ലെങ്കിൽ സാധ്യതയില്ലെങ്കിൽ പോലും വിദൂര സാധ്യത മാത്രമേ ഉള്ളൂ എങ്കിലും ഒരു 2 നോമ്പിൻ്റെ പിന്നിലാണ് നമ്മളുള്ളതിപ്പോൾ. ഇന്നിപ്പോൾ 28 പൂർത്തിയായിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ ഏറിയാൽ 2 അല്ലെങ്കിൽ 1 നോമ്പ്. നമ്മളൊക്കെ പെരുന്നാളിനെ, ചെറിയ പെരുന്നാളിനെ, ഈദുൽ ഫിത്തറിനെ കാത്തിരിക്കുന്നവരാണ്. അപ്പോൾ പെരുന്നാൾ ദിവസത്തിൽ പാലിക്കേണ്ടുന്ന കുറെ സുന്നത്തുകൾ, അതിനോടൊപ്പം കുറച്ച് മര്യാദകൾ, അതിലൂടെ വേഗം പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ആദ്യമായി പെരുന്നാളിൻ്റെ ചന്ദ്രപ്പിറവി ദൃശ്യമാകുമ്പോൾ ചൊല്ലേണ്ടുന്ന ഓരോ ചന്ദ്രപ്പിറവിയും ഓരോ ഹിലാലും വെളിവാകുമ്പോൾ ചൊല്ലേണ്ടുന്ന ഒരു പ്രാർത്ഥനയാണ്. اللهم أهله علينا بالأمن والإيمان والسلامة والإسلام ربي وربك الله ഹിലാൽ റുഷ്ദിൻ വഖൈർ. ഇതാണ് ചന്ദ്രപ്പിറവി ദൃശ്യമാകുമ്പോൾ ചൊല്ലപ്പെടേണ്ടുന്ന പ്രാർത്ഥന. നാളെ അസ്തമിച്ചതിന് ശേഷം, നാളത്തെ അസ്തമയത്തോടുകൂടി പെരുന്നാളിന്റെ ചന്ദ്രക്കല ദൃശ്യമായാൽ, അതല്ലെങ്കിൽ മറ്റന്നാൾ, ഏതാണെങ്കിലും ശവ്വാലിന്റെ പൊന്നമ്പലി തിങ്കൾക്കല വാനലോകത്ത് ദൃശ്യമായി കഴിഞ്ഞാൽ ചൊല്ലേണ്ടുന്ന പ്രാർത്ഥനയാണ്. പിന്നെ അടുത്തത് നാം പാലിക്കപ്പെടേണ്ടത് രാത്രിയെ ഹയാത്താക്കുക എന്നുള്ളതാണ്. പെരുന്നാൾ രാവ്, ലൈലത്തുൽ ഖദ്റിന്റെ ഒറ്റയൊറ്റ രാത്രികളിൽ നമ്മൾ ഇഅ്തികാഫിരുന്നും ഖുർആൻ ഓതിയും മറ്റു അഅ്മാലുകൾ ചെയ്തുമൊക്കെ സജീവമാക്കിയതുപോലെ, ഹയാത്താക്കിയതുപോലെ പെരുന്നാളിന്റെ രാത്രിയും പരമാവധി ഉപയോഗപ്പെടുത്തണം. കാരണം ഈ ചെയ്തു കൂട്ടിയ ധാരാളം അമലുകളുമായിട്ട് മലക്കുകൾ വാനലോകമേറുന്ന രാത്രിയാണ് എന്ന് പറയപ്പെടുന്നുണ്ട് പെരുന്നാളിന്റെ രാത്രി. പക്ഷെ നമ്മളിൽ പലരും അശ്രദ്ധമായി കാണുന്ന, കാരണം പെരുന്നാൾ തിരക്കാണെന്ന്, കൂടുതൽ വസ്ത്രമെടുക്കാൻ പോകുന്ന തിരക്ക്, മാംസങ്ങളും അതുപോലെ ഭക്ഷണ പദാർത്ഥങ്ങളും വാങ്ങുന്ന തിരക്കിൽ, അങ്ങനെ പല തിരക്കുകളിലായി പോകുന്ന ഒരവസ്ഥയാണ്. മഹാനായ നമ്മുടെയൊക്കെ മദ്ഹബിന്റെ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു ദുആക്ക് ഇജാബത്തുണ്ട് എന്ന് എണ്ണി പറഞ്ഞ രാത്രി 5 രാത്രികളിൽ ലാ യുറദ്ദു ഫീഹി ദുആഉൻ, ആ 5 രാത്രികളിൽ ഒരു പ്രാർത്ഥനയും അല്ലാഹു തള്ളിക്കളയുകയില്ല എന്ന് പരിചയപ്പെടുത്തിയ 5 രാത്രികളിലെ ഒരു രാത്രിയാണ് ലൈലത്തു ഈദുൽ ഫിത്തരി, ചെറിയ പെരുന്നാളിന്റെ രാത്രി. നാളെ പെരുന്നാളാണ് എന്ന് ഉറപ്പിച്ചാൽ ഇന്നത്തെ രാത്രി വളരെ പ്രധാനമാണ്. ദുആക്ക് ഇജാബത്തുണ്ട് എന്ന് മഹാരഥന്മാർ പഠിപ്പിച്ച, നമ്മുടെ മദ്ഹബിന്റെ ഇമാമ് പഠിപ്പിച്ച വളരെ പരിശുദ്ധമായ രാത്രി. പക്ഷെ നമ്മൾ അന്ന് ഇറച്ചി വാങ്ങുകയും വസ്ത്രം വാങ്ങുകയും വീടൊരുക്കുകയും പെരുന്നാളിന് ഒരുങ്ങുകയും ഒക്കെ ചെയ്യുന്ന തിരക്കിലായിരിക്കും. പക്ഷെ നമ്മൾ മറന്നു പോകരുത്, വളരെ മുബാറക്കാക്കപ്പെട്ട രാത്രിയാണ് പെരുന്നാളിന്റെ രാത്രി എന്ന് പറയാം. പിന്നെ പെരുന്നാൾ ദിവസത്തിലേക്ക് വരുമ്പോൾ പ്രഭാതത്തിലെ ഫജ്റിന്റെ നിസ്കാരം, സുബഹി നിസ്കാരം കൃത്യമായി നിർവഹിക്കുക എന്നുള്ളതാണ്. അങ്ങനെ പെരുന്നാൾ നിസ്കാരം സുന്നത്തേ ഉള്ളൂ ഷാഫി മദ്ഹബ് പ്രകാരം, പിന്നെ ഹനഫി മദ്ഹബ് പ്രകാരം വാജിബും. എന്നാൽ സുബഹിന്റെ ജമാഅത്ത് അല്ലെങ്കിൽ സുബഹി നിസ്കാരം എന്ന് പറയുന്നത് ഫർളാണ്, നിർവഹിച്ചേ പറ്റുള്ളൂ. അത് ഹക്കാണ്, ബാധ്യതയാണ്, നമ്മുടെ റബ്ബിനോടുള്ള ബാധ്യതയാണ്. ചില ആൾക്കാർ രാവിലെ നല്ലതുപോലെ പുറച്ചുറങ്ങിയതിനു ശേഷം പെരുന്നാൾ നിസ്കാരത്തിന് എഴുന്നേറ്റ് പള്ളിയിൽ പോകും. അതിലൊരു കഥയില്ല, ഒരർത്ഥവുമില്ല അതിന്. കൃത്യമായി ആ മുബാറക്കായ പരിശുദ്ധമായ ആ പെരുന്നാൾ ദിവസത്തിന്റെ സുബഹി നഷ്ടപ്പെടാതെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ നല്ലതുപോലെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അത് ജമാഅത്തായിട്ട് തന്നെ സുബഹി നിസ്കാരം കിട്ടിയാൽ അൽഹംദുലില്ലാഹ് വളരെ ഖൈറാണ്. പിന്നെ അടുത്ത മര്യാദ, അടുത്ത സുന്നത്ത് എന്ന് പറയുന്നത് ഹിലാല്, ചന്ദ്രപ്പിറവി, ശവ്വാൽ മാസത്തിന്റെ ചന്ദ്രപ്പിറവി ദൃശ്യമായത് മുതൽ തന്നെ തക്ബീറിനെ പതിവാക്കലാണ്. നമ്മുടെ വീടുകളില്, നമ്മുടെ സ്ഥാപനങ്ങളില്, നമ്മുടെ വഴികളില് നമ്മൾ നടന്നു പോകുമ്പോൾ, വരുമ്പോൾ, ഇരിക്കുമ്പോൾ ഒക്കെ തക്ബീർ, അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ, ഈ തക്ബീറിനെ ചൊല്ലിക്കൊണ്ടേയിരിക്കലാണ്.
കാരണം ബലിപെരുന്നാളാണെങ്കിൽ നമുക്ക് അയ്യാമത്തെ ശരീക്കിന്റെ അസർ വരെയും നമുക്ക് തക്ബീറിന് നിസ്കാരത്തിന് ശേഷമുള്ള തക്ബീറിനൊക്കെ സമയമുണ്ട്. പക്ഷേ ചെറിയ പെരുന്നാൾ ആയതുകൊണ്ട് ആ ചന്ദ്രപ്പിറവി ദൃശ്യമായത് മുതൽ രാവിലെ പെരുന്നാൾ നിസ്കാരം വരെ സമയമുള്ളൂ നമുക്ക് തക്ബീറിന്റെ. അപ്പൊ അതുകൊണ്ട് തക്ബീർ പരമാവധി വീടുകളില്, സ്ഥാപനങ്ങളില്, കടകളില്, അതുപോലെ വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നവരാണെങ്കിൽ വാഹനങ്ങളിലൊക്കെ പരമാവധി തക്ബീറിനെ വർദ്ധിപ്പിക്കൽ പ്രത്യേകം സുന്നത്താണ്. പെരുന്നാളിന്റെ തക്ബീർ വർദ്ധിപ്പിക്കൽ സുന്നത്താണ്. അതുപോലെ പെരുന്നാൾ ദിവസം ചെയ്യേണ്ടുന്ന മറ്റൊരു നന്മയാണ്, സുന്നത്താണ് പെരുന്നാളിന് വേണ്ടി കുളിക്കുക. ചെറിയ പെരുന്നാളിന്റെ സുന്നത്തായ കുളി ഞാൻ കുളിക്കുന്നു എന്ന നിയത്തിൽ രാവിലെ കുളിച്ച് ഫ്രഷ് ആകണം. നമ്മൾ സാധാരണ വ്യാഴാഴ്ച അസറിന് ശേഷം വെള്ളിയാഴ്ചയൊക്കെ ആയിരിക്കും നഖവും ഗുഹ്യരോമങ്ങളും കക്ഷരോമങ്ങളും ഒക്കെ വൃത്തിയാക്കുക. അപ്പൊ അങ്ങനെ വൃത്തിയാക്കാത്തവരുണ്ടെങ്കിൽ അതുകൂടി പെരുന്നാൾ ദിവസം രാവിലെ തന്നെ കുളിക്കുന്നതിന് മുമ്പ് നഖമൊക്കെ മുറിച്ച് ഫ്രഷായി റെഡിയാവലും പ്രത്യേകം കൂലിയുള്ള കാര്യമാണ്. അപ്പൊ ഏതായാലും പെരുന്നാളിന് വേണ്ടിയുള്ള സുന്നത്തായ ഈദുൽ ഫിത്തറിന് വേണ്ടിയുള്ള സുന്നത്തായ കുളിക്കുക. അതിനുശേഷം നല്ല പുതുവസ്ത്രം ധരിക്കൽ സുന്നത്താണ്. കാരണം പെരുന്നാളാണല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഅ്മിനീങ്ങൾക്ക്, വിശ്വാസികൾക്ക് ആഘോഷമാക്കി തന്ന, അനുവദനീയമായ ആഘോഷമാക്കി തന്ന 2 ആഘോഷങ്ങൾ, ഒന്ന് ഈദുൽ ഫിത്തറും മറ്റൊന്ന് ഈദുൽ അദ്ഹയുമാണ്. അതുകൊണ്ട് തന്നെ പെരുന്നാളിന് വേണ്ടി കുളിക്കലാണ്. ചെറിയ പെരുന്നാളിന് വേണ്ടി കുളിക്കുക, എന്നിട്ട് പുതുവസ്ത്രം ധരിക്കുക. പുതുവസ്ത്രം ധരിക്കുമ്പോ വെള്ള വസ്ത്രം ആകൽ വളരെ ശ്രേഷ്ഠതയാണ്. കാരണം അഫ്ളലു സിയാബി അബിയദു എന്നാണല്ലോ. വസ്ത്രങ്ങളിൽ വെച്ച് ഏറ്റവും നല്ല വസ്ത്രം വെള്ള വസ്ത്രമാണ്. കാരണം മയ്യത്ത് പൊതിയുന്നത് 3 കഷ്ണം വെള്ള തുണി കൊണ്ടിട്ടാണ്. അപ്പൊ വെള്ള വസ്ത്രത്തിന് അതിൻ്റെതായ മാറ്റും പവിത്രതയും ഒക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശുദ്ധമായ ഇസ്ലാം നമുക്ക് കൽപ്പിച്ചു തരുന്നുണ്ട്. അപ്പൊ വെള്ള വസ്ത്രമാണ്, പുതുവസ്ത്രം ധരിക്കൽ സുന്നത്താണ്. അതിൽ വെള്ള വസ്ത്രമാകൽ കൂടുതൽ നല്ലതായിരിക്കും. അതുകൊണ്ട് വെള്ള വസ്ത്രമാകാൻ പരമാവധി ശ്രമിക്കേണ്ടതാണ്. പിന്നെ വെള്ള വസ്ത്രം ധരിക്കുക അല്ലെങ്കിൽ പുതുവസ്ത്രം ധരിക്കുക, അത്തർ ഉപയോഗിക്കുക, സുഗന്ധം ഉപയോഗിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ട കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം സുഗന്ധമായിരുന്നു. സുഗന്ധം ഉപയോഗിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വളരെ ഇഷ്ടമായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ആരെങ്കിലും എന്തെങ്കിലും കൊണ്ടു കൊടുത്താൽ അത്തർ ആണ് എങ്കിൽ ഒരിക്കലും വേണ്ട എന്ന് പറയുമായിരുന്നില്ല. കാരണം റസൂലുള്ളാഹിക്ക് അത് ഇഷ്ടമായിരുന്നു. സഹാബികളൊക്കെ ഹദിയയായി കൊണ്ടു കൊടുക്കുമായിരുന്നു. അപ്പോ അത്തർ ഉപയോഗിക്കൽ സുന്നത്താണ്. രാവിലെ പെരുന്നാളിന്റെ കുളിച്ച് പുതുവസ്ത്രം ധരിച്ച്, പുതുവസ്ത്രത്തിൽ വെള്ള വസ്ത്രമാണെങ്കിൽ ഏറ്റവും നല്ലത്, അങ്ങനെ ധരിച്ചതിന് ശേഷം അത്തർ സുഗന്ധം ഉപയോഗിക്കലും സുന്നത്താണ്. അതിനുശേഷം ചെറിയ പെരുന്നാൾ ആയതുകൊണ്ട്, ഈദുൽ ഫിത്തർ ആയതുകൊണ്ട് ഭക്ഷണം കഴിച്ചിട്ട് ഒരല്പ ഭക്ഷണം, ഓവറാവണ്ട, അമിതമായി ഭക്ഷണം വയറ് നിറച്ചു കഴിക്കണ്ട, ഒരല്പം ഭക്ഷണം കഴിച്ചിട്ട് പള്ളിയിലേക്ക് പോകലാണ് സുന്നത്ത്. കാരണം നമ്മൾ ഇന്നലെ വരെ നമുക്ക് നോമ്പായിരുന്നു. ആ സമയത്തൊക്കെ നമുക്ക് ഈ രാവിലെ നമ്മൾ പള്ളിയിലേക്ക് പോണ സമയത്തൊക്കെ നമുക്ക് ഇന്നലെ വരെ നോമ്പ് ആയിരുന്നു. അപ്പൊ അതിൽ നിന്നൊരു വ്യത്യാസം എന്ന നിലയ്ക്ക് പെരുന്നാൾ ദിവസം ഒരല്പ ഭക്ഷണമാവാം, അത് കഴിച്ചതിന് ശേഷം പള്ളിയിലേക്ക് പോകൽ സുന്നത്താണ്. ഈ പറഞ്ഞതുപോലെ പള്ളിയിലും ചെന്നതിന് ശേഷം തക്ബീർ, ആ പോണ വഴികളിലും മറ്റുമൊക്കെ തക്ബീർ ധാരാളമായിട്ട് ചെല്ലൽ സുന്നത്താണ്. ഇതൊക്കെയാണ് പെരുന്നാൾ ദിവസത്തിലും പെരുന്നാളിന്റെ തലേ രാത്രികളിലുമായിട്ട് പാലിക്കപ്പെടേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട സുന്നത്തുകളും വളരെ പ്രധാനപ്പെട്ട മറ്റ് ചില കാര്യങ്ങളും ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം. ഏതായാലും ഈ കഴിഞ്ഞ റമളാനിന്റെ ഓരോ രാപകലുകളിലൊക്കെ നമ്മൾ ചെയ്തു തീർത്ത എല്ലാ അമലുകളെയും റബ്ബ് തആല സ്വീകരിക്കട്ടെ. ഈ പെരുന്നാൾ ദിവസം ചെയ്യുന്ന നന്മകൾ, ഈ യൗമുൽ ഈദിന് യൗമുൽ സഈദ് എന്നും യൗമുൽ ജസാ എന്നും ഒക്കെ മഹാന്മാര് പേര് വിളിച്ചിട്ടുണ്ട്. കാരണം യൗമുൽ സഈദ് വിജയത്തിന്റെ ദിവസം, അതുപോലെ യൗമുൽ ജസാ പ്രതിഫലം നൽകപ്പെടുന്ന ദിവസം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 29 രാപകലുകളിൽ അല്ലെങ്കിൽ 30 രാപകലുകളിൽ ചെയ്ത ആരാധനകൾക്ക് അള്ളാഹു ഒട്ടും കുറയ്ക്കാതെ കൂലി നൽകപ്പെടുന്ന ദിവസം എന്നൊക്കെ പണ്ഡിതന്മാര് യൗമുൽ ജസാ പെരുന്നാൾ ദിവസത്തിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. അപ്പൊ അത്രത്തോളം പവിത്രമായ ആ ദിവസത്തിൽ ഈ പറയപ്പെട്ട സുന്നത്തുകളെങ്കിലും പാലിക്കപ്പെടാൻ നമ്മൾ പരിശ്രമിക്കണം. പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കുടുംബ ബന്ധത്തെ ചേർക്കലാണ്. മുറിഞ്ഞുപോയ പല ബന്ധങ്ങളും ഉണ്ടാവും.
അതല്ലെങ്കിൽ വർഷങ്ങളായിട്ട് കാണാത്ത, ഒരു വിശേഷം പോലും തിരക്കാത്ത കുറെ ബന്ധങ്ങളൊക്കെ ഉണ്ടാവും. വെറുതെ 2 റക്അത്ത് നിസ്കരിച്ചു എന്നതിലുപരി, കുറച്ച് ബിരിയാണി വെച്ചു കഴിച്ചു എന്നതിലുപരി, കുറെ അറ്റുപോകാനായ ബന്ധങ്ങളെ അല്ലെങ്കിൽ മുറിഞ്ഞുപോയ കുറച്ചു ബന്ധങ്ങളെ ചേർത്ത് വെക്കുമ്പോഴാണ് ശരിക്കും പെരുന്നാൾ അതിമനോഹരമാകുന്നത്. അപ്പോ വേണ്ടപ്പെട്ടവരെ വിളിക്കുക, ഈദ് ആശംസ എന്ന് പറഞ്ഞാൽ തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും, പ്രാർത്ഥനയോടുകൂടിയുള്ള ഈദ് ആശംസയാകാം. അങ്ങനെയാണ് പണ്ഡിതന്മാര് പഠിപ്പിക്കുക. പ്രാർത്ഥനയോട്, അതിനാണ് നമ്മൾ തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും ഈദുക്കും മുബാറക് എന്നൊക്കെ നമ്മൾ പറയും. അപ്പൊ പ്രാർത്ഥനയോടുകൂടിയുള്ള ആശംസകൾ കൈമാറപ്പെടണം പെരുന്നാളിന്റെ അന്ന് രാവിലെ അല്ലെങ്കിൽ പെരുന്നാൾ നിസ്കാരത്തിന് ശേഷം. അപ്പോൾ അറ്റുപോയ ബന്ധങ്ങളെ കൂട്ടിച്ചേർക്കലാണ് പെരുന്നാൾ ദിവസത്തിൽ ചെയ്യുന്ന അതിമഹത്തായ മറ്റൊരു കാര്യം. കാരണം അവിടെ അല്ലാഹു തആല ചേർക്കാൻ പറഞ്ഞതാണ് കുടുംബ ബന്ധങ്ങളെ, വ്യക്തിബന്ധങ്ങളെ. അതിനെ മുറിച്ചിട്ട് നമ്മൾ അമൽ ചെയ്താൽ നമുക്ക് വലിയ നഷ്ടമായി പോകും. അള്ളാഹു നമ്മളെ കാക്കട്ടെ. അതുകൊണ്ട് മുറിഞ്ഞുപോയ ബന്ധങ്ങളെ, മുറിക്കപ്പെട്ട ബന്ധങ്ങളെ ചേർത്തുവെക്കൽ പെരുന്നാൾ ദിവസത്തിൽ ചെയ്യുന്ന വലിയ ഒരു നന്മയാണ്. അതുപോലെ പെരുന്നാൾ നിസ്കാരത്തിന് അതിനുശേഷം പരസ്പരം പുരുഷന്മാര് കാണുമ്പോൾ മുസാഫഹത്ത് ചെയ്യുകയും മുആനക ചെയ്യുകയും പരസ്പരം ദുആ വസിയ്യത്ത് ചെയ്യുകയും ഒക്കെ ചെയ്യൽ വളരെ നല്ല കാര്യങ്ങളാണ്. പെരുന്നാൾ ദിവസത്തിൽ എല്ലാവരും പുതുവസ്ത്രം ധരിച്ച് അൽഹംദുലില്ലാ സന്തോഷമായിട്ട് പ്രാർത്ഥനയോടുകൂടിയുള്ള ഈദാശംസകളൊക്കെ നേർന്ന് പരസ്പരം മുസാഫഹത്തും മുആനക്കയും ഒക്കെ ചെയ്തിട്ട് പിരിയലാണ് വളരെ നല്ലത്. അല്ലാഹു അമൽ ചെയ്യാനുള്ള തൗഫീക്ക് നൽകട്ടെ. ഏതായാലും നമ്മൾ പുതുവസ്ത്രമൊക്കെ ധരിച്ച് നമ്മൾ പെരുന്നാളൊക്കെ ആഘോഷിച്ച് പരസ്പരം സന്തോഷങ്ങളും സ്നേഹങ്ങളും കൈമാറിയിരിക്കുമ്പോഴും വിട പറഞ്ഞ് പള്ളിക്കാട്ടിന്റെ ഉള്ളിൽ കിടക്കുന്ന നമ്മുടെ വേണ്ടപ്പെട്ടവരെ നമ്മൾ ഒരിക്കലും മറക്കരുത്. പോകാൻ കഴിയുന്നവർ ആ പുതുവസ്ത്രവും ധരിച്ച് അവരുടെ ഖബറിന്റെ ചാരത്ത് പോയി എൻ്റെ ഉപ്പച്ചിക്ക്, എൻ്റെ ഉമ്മച്ചിക്ക്, എൻ്റെ വേണ്ടപ്പെട്ടവർ, എൻ്റെ ഭർത്താവിന് അല്ലെങ്കിൽ എൻ്റെ ഭാര്യയൊക്കെ ഖബറിലാണ്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് അവിടെ പോകാൻ കഴിയുന്നവർ അവിടെ പോയി ഒരു ഫാത്തിഹയെങ്കിലും ഓതി തിരിച്ചു വരൽ വളരെ പുണ്യമുള്ള കാര്യമാണ്. കാരണം പെരുന്നാൾ ദിവസമാണ്. യൗമുൽ ജസാ എന്ന ആ ഒരു മഹാത്മ്യം വെച്ച് നോക്കുമ്പോൾ ആ നന്മ അവർക്ക് കൂടി ലഭിക്കട്ടെ. വിട പറഞ്ഞു പോയവർക്കും കൂടി ആ പെരുന്നാളിന്റെ എല്ലാ നന്മകളും സുഗന്ധങ്ങളും ഖബറിലേക്ക് എത്തട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. കഴിയുന്നവരൊക്കെ വേണ്ടപ്പെട്ടവരുടെ ഖബറിന്റെ ചാരത്തേക്ക് പോകണം, സലാം പറയണം, ദുആ അരക്കണം. സന്തോഷകരമായിട്ട് കുടുംബക്കാരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം. അല്ലെ, പലപ്പോഴും പല ജോലികളുമായി ബന്ധപ്പെടുന്നവരൊക്കെ ആകെ ഒരുമിച്ച് കൂടുന്ന ഒരു ദിവസം ചിലപ്പോൾ പെരുന്നാളായിരിക്കും. കാരണം കടകൾ അവധിയായിരിക്കും, ഷോപ്പുകൾ അവധിയായിരിക്കും. മറ്റ് ഗവൺമെന്റ് ജോലിയാണെങ്കിൽ പോലും മറ്റെല്ലാ കൂലിപ്പണി എല്ലാം മാറ്റിവെച്ചിട്ട് പെരുന്നാളിന് വേണ്ടി നമ്മൾ സംഗമിക്കുമ്പോൾ ആ ഒരുമിച്ചിരുന്ന് കുടുംബവുമായിട്ട് ഒരുമിച്ചിരുന്നുള്ള ആ ഭക്ഷണം കഴിക്കൽ, ആ കൂടൽ, ആ ഒത്തുചേരൽ, അതൊക്കെ റബ്ബിന്റെ തൃപ്തിയിലാകണം. അമിതമായി പെരുന്നാൾ ആഘോഷിക്കരുത് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന്റെ മതിൽക്കെട്ടിന്റെ ഉള്ളിൽ നിന്ന് മാത്രമേ നമുക്ക് ആഘോഷം പാടുള്ളൂ. പടക്കം പൊട്ടിച്ചു, വർണ്ണങ്ങൾ വാരി റോഡിലൂടെ വിതറിയും, അതുപോലെ നമ്മൾ ഈ ഹോളി ആഘോഷങ്ങൾ പോലെ വർണ്ണങ്ങൾ ശരീരത്തിലാകമാനം വാരി തേച്ചും അതൊന്നും മുസ്ലിമിന്റെ ആഘോഷമല്ല. ദുആ ചെയ്ത് പരസ്പരം മുസാഫാത്ത് ചെയ്ത് കുടുംബ ബന്ധങ്ങൾ ചേർത്ത് സന്തോഷത്തിന് വേണ്ടി ഒരുമിച്ചുകൂടി സന്തോഷത്തിന് വേണ്ടി പിരിയലാണ് പെരുന്നാളിന്റെ ആഘോഷം എന്നതുകൊണ്ടുള്ള ഉദ്ദേശം. അങ്ങനെ പെരുന്നാൾ ആഘോഷിക്കുന്ന നല്ല മുഅ്മിനീങ്ങളിൽ അല്ലാഹു നമ്മളെ കബൂലാക്കി തരട്ടെ. നമ്മൾ ചെയ്തു വെച്ച എല്ലാ നന്മകളും ഒന്നുപോലും മുറിയാതെ ന്യൂനതകളെല്ലാം പരിഹരിക്കപ്പെട്ട് റബ്ബ് തആല സ്വീകരിക്കുന്ന അമലുകളുടെ കൂട്ടത്തിൽ അല്ലാഹു ഉൾപ്പെടുത്തി തരട്ടെ. ആമീൻ. ദുആ വസിയത്തോടുകൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.